ദൈവത്തെ ആരാധിക്കുവാൻ നമുക്ക് ലഭിച്ചിരിക്കുന്നതായ ഈ നല്ല ദിനത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഈ ഒരു ഭാഗ്യം ലഭിക്കാത്ത അനേക മക്കൾ ഇന്ന് ഈ ലോകത്തിലുണ്ട് എന്ന് നാം മനസ്സിലാക്കുക. ഈ പ്രാന്തപ്രദേശത്തിലും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്തതായ വചനങ്ങളെ ഘോഷിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിലൂടെ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിൻ്റെ അന്ത്യ കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. ലോകത്തിൻ്റെ അന്ത്യനാളുകളിലാണ് നാം ആയിരിക്കുന്നത് എന്ന് പറയുന്നുവെങ്കിലും നാം ജനിച്ചു മരിക്കുന്നത് വരെയാണ് നമ്മുടെ കാലയളവ്. അതിനുശേഷം നമുക്ക് ഒന്നും തന്നെ ചെയ്യുവാൻ സാധ്യമല്ല. അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനങ്ങളെ അത് പഠിക്കുവാനും മനസ്സിലാക്കുവാനും ഗ്രഹിക്കുവാനും നാം ശ്രമിക്കുകയും അതിനുവേണ്ടി നാം പരിശ്രമിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. നമ്മുടെ രക്ഷയാണ് ഈ വചനങ്ങളെല്ലാം നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഓരോ വ്യക്തിയുടെയും രക്ഷയെക്കുറിച്ചാണ്. എന്നാൽ ആലയത്തിൽ വന്നപ്പോഴേ വലിയ ക്ഷീണാവസ്ഥയിലും പ്രയാസത്തിലുമായിരുന്നുവെങ്കിലും ഞാനെങ്ങനെ ആലോചിക്കുകയാണ്, എത്രമാത്രം ഇന്ന് ദൈവത്തിൻ്റെ വചനം നൽകുവാൻ സാധിക്കും. കാര്യം എൻ്റെ ചികിത്സയും എൻ്റെ ശാരീരികമായ ബുദ്ധിമുട്ടുകളും എല്ലാവർക്കും അറിയുന്നതാണ്. എങ്കിലും ഈ വിശുദ്ധ ശബദുകളിൽ ഈ ആലയത്തിൽ കടന്നു വരുമ്പോൾ ദൈവം പ്രത്യേകിച്ച വലിയൊരു അനുഗ്രഹത്തോടുകൂടെ എന്നെ നിലനിർത്തുന്നു എന്ന് പറയുവാൻ സാധിക്കും. എന്നാൽ തക്ക സമയത്ത് ആ ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടായി. ഇത് ദൈവമക്കൾക്ക് ദൈവം വെച്ചിരിക്കുന്ന ഒരു അനുഗ്രഹമാണ്. നാം ഒരിക്കലും വചനത്തെ വിട്ട് ജീവിക്കുവാനോ മറ്റു ദുരുപദേശങ്ങളിലേക്ക് നമ്മെ തന്നെ ഈ ലോകത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുവാൻ ഒരിക്കലും അതിനുവേണ്ടി ജീവിക്കരുത് എന്ന് ഞാൻ ഒരിക്കൽ കൂടെ നിങ്ങളോട് പറയുകയാണ്. പലപ്പോഴും നമ്മുടെ തിരുവചന സത്യങ്ങൾ നമുക്കറിയാം. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് പുസ്തകം വരെ 66 പുസ്തകത്തിലും മനുഷ്യൻ്റെ നന്മയ്ക്കും രക്ഷയ്ക്കും വേണ്ടിയിട്ടാണ് 40 പ്രവാചകന്മാരിലൂടെ 40 വ്യക്തികളിലൂടെ നമുക്കത് നൽകിയിരിക്കുന്ന. 1600 വർഷം കൊണ്ട് എഴുതിയപ്പെട്ടതായ ദൈവത്തിൻ്റെ വചനമാണ് സത്യവേദ പുസ്തകം എന്ന് പറയുന്ന. 1600 വർഷം കൊണ്ട് 40 വ്യക്തികളാൽ എഴുതപ്പെട്ടതാണ് മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി. ഇത്രയും കാലയളവെടുത്ത് മനുഷ്യൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാ നിയോഗത്താൽ ഇത് നമുക്ക് വേണ്ടി ദൈവം നൽകപ്പെടുമ്പോൾ അതിൽ അടങ്ങിയിരിക്കുന്നതായ അന്ത്യസത്തകളെ മനസ്സിലാക്കുവാൻ സാധിക്കാതെ അത് യഥേഷ്ടം അത് പഠിപ്പിക്കുമ്പോൾ അതിനെ ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ട് അതിന് കുറ്റമാരോപിക്കുന്ന അനേക വ്യക്തികൾ അന്നും ഇന്നും ഈ ലോകത്തിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനെ പോലും പരീക്ഷിക്കുവാനും കുറ്റം വിധിക്കുവാനും പുറകെ നടന്ന വ്യക്തികൾ എൻ്റെ നിങ്ങളെ മുൻപിലും പുറകിലും വന്നാൽ അത് അതിശയോക്തിയല്ല. അതുകൊണ്ട് എൻ്റെ വിശ്വാസികളോട് ഞാൻ പറയുന്നത്, നിങ്ങൾ വേദപുസ്തകം നാം ഓരോ ആഴ്ചയിലും നാം ചിന്തിക്കുമ്പോൾ അത് ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾ ഭവനങ്ങളിൽ കടന്നു ചെന്ന് നിങ്ങൾ ഒരിക്കൽ കൂടെ അത് വായിച്ച് അതിൻ്റെ തെറ്റും ശരിയും മനസ്സിലാക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. ഇന്ന് 13-ാം വാര വിശുദ്ധ ശബദ് 3-ാം ക്വാർട്ടറിൻ്റെ അവസാനമാണ്. അടുത്ത ആഴ്ച മുതൽ 4-ാം ക്വാർട്ടറിൻ്റെ പ്രാരംഭമാണ്. ഒരു വർഷത്തിൽ 4 ക്വാർട്ടറാണ് നമുക്കുള്ളത്. അപ്പോൾ നാം ഓരോ ആഴ്ചയിലും ഓരോ ക്വാർട്ടറിലും നടത്തി വരുന്ന 13-ാം വാര ശബദോടുകൂടെ നമ്മൾ നടത്തി വരുന്നതായ ഈ തിരുവത്താഴ ശുശ്രൂഷയോടുകൂടെയാണ് ഇന്നത്തെ ആരാധന നാം നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്തുകൊണ്ട് ഓരോ ക്വാർട്ടറിലും ഈ ശുശ്രൂഷ നാം നടത്തപ്പെടുന്നു? ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം. പിന്നെ അപ്പം എടുത്ത് വാഴ്ത്തി
നുറുക്കി അവർക്ക് കൊടുത്തു. ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എൻ്റെ ശരീരം, നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എൻ്റെ ശരീരം എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു. എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. അപ്പോൾ ഇന്ന് കർത്താവായ യേശുക്രിസ്തു നമ്മോട് പറഞ്ഞത് എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. അപ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി നമുക്ക് ചെയ്യുവാൻ തക്കവണ്ണം ചില കാര്യാദികളെ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇന്നത്തേതായ ഈ വിഷയത്തിൻ്റെതായ തലവാചകം തന്നെ എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. എന്താണ് കർത്താവായ യേശുക്രിസ്തു ഓർമ്മയ്ക്കായി ചെയ്യുവാൻ നമ്മോട് ആവശ്യപ്പെട്ടത്? 4 സുവിശേഷങ്ങളിലും അതിനെക്കുറിച്ച് വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയാണ്. ഇവിടെ കർത്താവായ യേശുക്രിസ്തു 4 സുവിശേഷങ്ങളിലും മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ അവർ എഴുതിയതായ സുവിശേഷങ്ങളിലും മറ്റു ലേഖനങ്ങളിലും ഇതിനെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. എന്താ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവാൻ പറയാനുള്ള കാരണം? നാം പഴയ നിയമ പുസ്തകങ്ങളിലേക്ക് പോകേണ്ടി വരും. പെസഹയോട് അനുബന്ധിച്ചുള്ളതായ ഒരു ശുശ്രൂഷയുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ ഈ വചനം നമുക്ക് വായിക്കുവാനും കാണുവാനും കേൾക്കുവാനും സാധിക്കുന്നത്. പെസഹയോടുകൂടെ ബന്ധപ്പെട്ടാണ്. പെസഹ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, അത് പുറപ്പാട് പുസ്തകത്തിൽ 15-ാം അധ്യായത്തിലാണ് പെസഹയുടെ ആരംഭം കുറിക്കുന്നത്. എവിടെയാണ്? പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിൽ. ഒന്നെടുത്ത് വായിക്കാം. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം, അതിൻ്റെ 11 മുതൽ 14 വരെയുള്ള, പുറപ്പാട് 12-ന്റെ 11 മുതൽ 14 വരെയുള്ള ഒന്ന് ആദ്യം ഒന്ന് വായിക്കാം. പുറപ്പാട് 12-ന്റെ 11 മുതൽ 14. അരകെട്ടിയും കാലിന് ചെരുപ്പിട്ടും കയ്യിൽ വടി പിടിച്ചും കൊണ്ട് നിങ്ങൾ തിന്നേണം. തിടുക്കത്തോടെ നിങ്ങൾ തിന്നേണം. അത് യഹോവയുടെ പെസഹയാകുന്നു. ഈ രാത്രിയിൽ ഞാൻ മിസ്രയീം ദേശത്തുകൂടെ കടന്നു മിസ്രയീം ദേശത്തുള്ള മനുഷ്യന്റെയും മൃഗത്തിന്റെയും കടിഞ്ഞൂലിനെയൊക്കെയും സംഹരിക്കും. മതി. അതിൻ്റെ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്നറിയാം. ദൈവത്തിൻ്റെ ജനം 430 വർഷക്കാലം അടിമകളായിട്ട് എവിടെയായിരുന്നു? മിസ്രൈമിലായിരുന്നു. എത്ര വർഷം? 430 വർഷം. എന്തുകൊണ്ടാണ് 430 വർഷം അവരവിടെ അടിമകളായിട്ട് കഴിഞ്ഞത്? അവർ അടിമകളായിട്ടല്ല പോയത്. എന്നാൽ അടിമകളായിട്ടാണോ പോയതെന്ന് ചോദിച്ചാൽ അടിമകളായിട്ട് തന്നെയാണ് പോയത്. കാര്യം ആ മിസ്രൈമിൽ ആദ്യം പോയത് യോസഫാണ്. യോസഫിനെ വിറ്റത് അടിമകൾക്കാണ്. ഇല്ല, അടിമയായിട്ടാണ് യോസഫിനെ വിറ്റത്. പക്ഷേ ദൈവം അവനോട് കൂടെ ആയിരുന്നത് കൊണ്ട് ഒരു അടിമയായിട്ട് ജീവിക്കാനുള്ളതായ ഒരു സാഹചര്യം അവനുണ്ടായില്ല. പോയിടത്തെല്ലാം ദൈവം അവനോട് കൂടെ ഇരുന്നു. ദൈവം അവനെ അനുഗ്രഹിച്ചു. അതിലൂടെ അവൻ്റെ സഹോദരന്മാരെയും പിതാവിനെയും എല്ലാം സംരക്ഷിക്കുന്നതായിട്ട് നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. ആ യോസഫിലൂടെയാണ് 400 വർഷക്കാലം അവർ മിസ്രൈമിലായിരുന്നത്. ആ മിസ്രൈമിൽ ഇവർ കടന്നു പോകാനുള്ള ഒരു കാരണമുണ്ട്. അതും ദൈവനിയോഗമാണ്. അതിനെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമ്മൾ പോകേണ്ടി വരും. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 19 മുതലാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന് എടുത്ത് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 15-ന്റെ 9 മുതൽ 13 വരെ നമുക്കൊന്ന് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 15-ന്റെ 9 മുതൽ 13 വരെയുള്ള വേദഭാഗം നമുക്കൊന്ന് വായിക്കാം. അവനോട്, നീ 3 വയസ്സുള്ള ഒരു പശുക്കിടാവിനെ. ഇവിടെ പിതാവായ ദൈവം അബ്രഹാമിനോട് കൂടെ പറയുകയാണ്,
നീ എന്താണ് പറയുന്നത്? നീ 3 വയസ്സുള്ള 3 വയസ്സുള്ള ഒരു പശുക്കിടാവിനെയും ഒരു പശുക്കിടാവിനെയും 3 വയസ്സുള്ള 3 വയസ്സുള്ള ഒരു കോലാടിനെയും ഒരു കോലാടിനെയും 3 വയസ്സുള്ള 3 വയസ്സുള്ള ഒരു ആട്ടുകൊറ്റനെയും ഒരു ആട്ടിൻകൊറ്റനെയും ഒരു കുറുപ്രാവിനെയും ഒരു കുറുംപ്രാവിനെയും ഒരു പ്രാവിൻ കുഞ്ഞിനെയും ഒരു പ്രാവിൻ കുഞ്ഞിനെയും കൊണ്ടുവരിക എന്ന് കൽപ്പിച്ചു. കൊണ്ടുവരിക എന്ന് അബ്രഹാമിനോട് ദൈവം കൽപ്പിച്ചു. ഇവയൊക്കെയും അവൻ കൊണ്ടുവന്നു ഒത്ത നടുവെ പിളർന്ന് ഭാഗങ്ങളെ നേർക്കുനേരെ വെച്ചു പക്ഷികളെയോ അവൻ പിളർന്നില്ല. ദൈവത്തിന്റെ വാക്കനുസരിക്കാതെ അവൻ പക്ഷികളെ അപ്രകാരം പിളർക്കാതെ അവൻ എന്ത് ചെയ്തെന്നാണ് പറയുന്നത്? അങ്ങനെ തന്നെ വെച്ചു. പക്ഷികളെ അങ്ങനെ തന്നെ വെച്ചു. ഉടലുകളിന്മേൽ റാഞ്ചൻ പക്ഷികൾ ഇറങ്ങി വന്നപ്പോൾ അബ്രഹാം അവയെ ആട്ടിക്കളഞ്ഞു. സൂര്യൻ അസ്തമിക്കുമ്പോൾ അബ്രഹാമിന് ഒരു ഗാഢനിദ്ര വന്നു. ഭീതിയും അന്ധതമസും അവന്റെ മേൽ വീണു. അപ്പോൾ അവൻ അബ്രഹാമിനോട് നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളായിരുന്ന് ആ ദേശക്കാരെ സേവിക്കും. അപ്പോൾ ആരാണ് അബ്രഹാമിനോട് പറഞ്ഞത്? പിതാവായ ദൈവം. എന്തുകൊണ്ട്? ദൈവം പറഞ്ഞതായ ആ കാര്യങ്ങൾ പൂർണ്ണമായി അബ്രഹാം അനുസരിക്കാത്തത് കൊണ്ട്. അവർ അവരെ പീഡിപ്പിക്കുമെന്ന് നീ അറിഞ്ഞുകൊള്ളുക. മനസ്സിലായിക്കൊള്ളണം മതി. അപ്പോൾ അബ്രഹാമിനോട് കൂടെ ദൈവം പറഞ്ഞു. അബ്രഹാമിനോട് ഈ യാഗം കഴിക്കാൻ പറയാൻ കാരണം എന്താണ്? നമുക്കറിയാം, അബ്രഹാമിനെ ദൈവം വിളിക്കുന്നത് 75-ാമത്തെ വയസ്സിലാണ്. നമ്മൾ പലപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിക്കാറുണ്ട്. പക്ഷെ അബ്രഹാമിനെ വിളിക്കുന്ന മാത്രമല്ല, അബ്രഹാമിനോടും സാറോടും പറഞ്ഞു, നിനക്ക് സന്തതിയെ തരും. അവർ ഈ ദേശത്ത് അവർ ധാരാളമായി പെരുകി സന്താന പുഷ്ടിയുള്ളവരായി അവർ ആകാശത്തുകളെ, നക്ഷത്രങ്ങളെ, കടൽക്കരയിലെ മണൽത്തരികളെ പോലെ അത്രത്തോളം ഞാൻ നിന്നെ വർദ്ധിപ്പിക്കുമെന്ന് പറയുന്നതല്ലാതെ അബ്രഹാമിന് മക്കളെ കൊടുക്കുന്നതായിട്ട് കാണുവാൻ കഴിയുന്നില്ല. വീണ്ടും ദൈവം അബ്രഹാമിനെ വിളിക്കുന്നു. അബ്രഹാമിനോട് വീണ്ടും ഇത് ആവർത്തിപ്പിക്കുമ്പോൾ അബ്രഹാം ദൈവത്തോട് ചോദിച്ചു, എന്തുകൊണ്ട്, എപ്രകാരം ഞാനിത് അറിയും? എൻ്റെ ദാസനായ എലിയാസറാണോ എൻ്റെ അവകാശി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദൈവം പറഞ്ഞു, അപ്രകാരമല്ല, ഞാൻ നിനക്ക് വാഗ്ദത്തം നൽകിയിട്ടുണ്ടെങ്കിൽ അത് പരിപാലിക്കുവാനും എനിക്ക് കഴിയും. എങ്ങനെ അറിയും എന്നൊക്കെ ചോദിക്കുമ്പോൾ അവസാനം ഈ യാഗങ്ങളെ കുറിച്ച് അബ്രഹാമിനോട് കൂടെ ദൈവം പറയുന്നത്. അബ്രഹാം ദൈവത്തിൻ്റെ വാക്ക് നാം കേട്ടുവല്ലോ. അവസാനം പക്ഷികളെ എന്ത് ചെയ്തില്ല, അവൻ നെടുവെ പിളർക്കുകയോ ഒന്നും ചെയ്യാതെ അങ്ങനെ തന്നെ ആക്കി. അതിൻ്റെ ഫലമായിട്ട് നമ്മളവിടെ വായിച്ചു, നിന്റെ സന്തതി 400 വർഷമാണ് അടിമകളായിട്ട് എവിടെ വസിക്കുമെന്നാണ് പറഞ്ഞത്? സ്വന്തമല്ലാത്ത ദേശം. നമുക്കറിയാം, 400 വർഷം മിസ്രൈമിൽ അടിമകളായിരുന്നു. ആ അടിമത്തത്തിൽ നിന്ന് പിന്നെ മോചിപ്പിക്കുന്നത് പ്രവാചകനായിരിക്കുന്ന മോശയെയാണ്. അതിനുവേണ്ടി മോശയെ ജനിപ്പിക്കുന്നു. മോശയെ അന്നത്തേതായ കർത്താവായ യേശുക്രിസ്തു കാലഘട്ടത്തിൽ കർത്താവായ യേശുക്രിസ്തു എങ്ങനെ ജനിച്ചു, എങ്ങനെ വളർന്നു എന്നുള്ളതൊക്കെ നമുക്കറിയാം. അതുപോലെ തന്നെയായിരുന്നു മോശയുടെ കാലഘട്ടവും. അപ്പോൾ മോശയുടെ കാലഘട്ടം വന്നപ്പോൾ ദൈവം പറഞ്ഞു, ഈ 400 വർഷം പൂർത്തീകരിക്കുകയാണ്. മോശയുടെ പുറപ്പാടിൽ പറയുന്നത് 430 വർഷം എന്നാണ്. മോശയുടെ ഇതിൽ പറയുന്നത്, ഇവിടെ ദൈവം പറയുന്നത് 400 വർഷം. അതിന് 30 വർഷം കൂടെ കഴിഞ്ഞാണ് അവർ വരുന്നത്. പുറപ്പാടിൽ അത് വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോൾ ദൈവം ഒരു വാക്ക് പറഞ്ഞാൽ വാക്ക് പാലിക്കുന്നവനാണ്. അത് എത്ര വർഷമായാലും ശരി, അത് നിറവേറുകയും ചെയ്യുമെന്ന് നാം മനസ്സിലാക്കുക. 400 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ ജനം മിസ്രൈമിലെ അടിമകളായി. അവർ കഷ്ടമനുഭവിച്ചു, യാതന അനുഭവിച്ചു. അവരവരെ ദൈവത്തോട് നിലവിളിക്കുവാൻ തുടങ്ങി. ദൈവം അവരുടെ നിലവിളി കേട്ടു. മോശയെ അവർക്ക് നായകനായി കൊടുത്തു. മോശയിലൂടെ ദൈവം അവരെ വിടിപ്പിക്കുവാൻ തക്കവണ്ണം
ആഗ്രഹിക്കുകയാണ്. ആയതുകൊണ്ട് ആ മോശ തൻ്റെ അമ്മായി അപ്പനുമായി ബന്ധപ്പെട്ട ആടുകളെ മേയിച്ചുകൊണ്ട് ജീവിക്കുന്ന കാലഘട്ടത്തിലാണ്. നമുക്കറിയാം, കർത്താവ് അവിടെ ആ മലയിൽ ആടുകൾ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ വലിയൊരു തീ കത്തുന്നതായിട്ട് കാണുകയും ആ മോറിയയിലേക്ക് അവൻ പോവുകയും ദൈവം അവനോട് സംസാരിക്കുകയും അവനെ മിസ്രൈമിലേക്ക് ഈ ജനത്തിൻ്റെ വിടുതലിന് വേണ്ടി അയക്കുകയും ചെയ്യുന്നത്. അപ്പോൾ മോശയിലൂടെ അടിമത്തത്തിൽ ഇരുന്നതായ ജനത്തിൻ്റെ വിടുതലിന് വേണ്ടിയിട്ടാണ് മോശയെ ദൈവം അന്ന് തിരഞ്ഞെടുത്തത്. ഇപ്രകാരം അടിമത്തത്തിൽ നിന്ന് ഇരുന്നതായ ജനത്തെ വിടിവിക്കുന്നതിന് വേണ്ടി. ഇവർ അടിമകളായിരുന്നു 400 വർഷം. അപ്പോൾ അടിമത്തത്തിലായിരുന്നതായ ജനത്തെ വിടിവിക്കുവാൻ തക്കവണ്ണം രക്ഷകനായ മോശയെ ദൈവം അതിനുവേണ്ടി തിരഞ്ഞെടുക്കുകയും മോശയിലൂടെ ദൈവം അത് നടത്തപ്പെടുകയും ചെയ്യുകയാണ്. നമുക്കറിയാം, ഇസ്രായേൽ രാജകുടുംബത്തിൽ തന്നെയാണ് മോശ ജീവിക്കുകയും വളരുകയും എല്ലാം ചെയ്തത്. അതിൻ്റേതായ എല്ലാ കാര്യങ്ങളും നമുക്കറിയാം, വേദപുസ്തകത്തിൽ അത് വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോൾ മിസ്രൈം എന്താണ്, അവിടെ രാജാക്കന്മാരുടെ സ്വഭാവം എന്താണ്, ജനവുമായിട്ടുള്ളതായി അവരുടെ തീരുമാനങ്ങൾ എന്താണ്, ഈ അടിമത്തത്തിൽ കഴിയുന്ന ജനവുമായിട്ട് ഈ ഫറവോൻ്റെതായ ആ രാജഭരണവുമായിട്ടുള്ളതായ ബന്ധം എന്തെന്നും എല്ലാവർക്കും അറിയാം. മോശയ്ക്കറിയാം. മോശ അവിടെയാണല്ലോ ജനിച്ചത്. മോശ അതുകൊണ്ട് കുറച്ച് ഒഴിവൊഴിവുകളെല്ലാം പറഞ്ഞു. ദൈവം അതൊന്നും കൂട്ടാക്കിയില്ല. അവൻ അതിനു വേണ്ടി തന്നെ നിയോഗിക്കുകയും ചെയ്തു. പക്ഷേ നീ പോയാൽ മതി, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ക്രമീകരിച്ചോളാം. അങ്ങനെ ഈ അടിമത്തത്തിൽ നിന്നും ഈ ജനത്തെ വിട്ടയക്കുവാൻ തക്കവണ്ണം ആ മിസ്രൈമിൽ ദൈവം 10 ബാധകളെ അയക്കുന്നതായിട്ട് നമുക്ക് വേദപുസ്തകത്തിലൂടെ കാണുവാൻ കഴിയും. ആ 10 ബാധകൾ, ഓരോ ബാധകൾ ആ ദേശത്തെ ഈ ജനത്തിൻ്റെ വിടുതലിന് വേണ്ടി ചെയ്യുമ്പോഴും ഫറവോൻ ഭയക്കുകയും മോശയെ വിളിക്കുകയും നിന്റെ ജനത്തെ ഞാൻ വിട്ടയക്കാം, എനിക്കും എൻ്റെ ജനത്തിനു വേണ്ടി നീ പ്രാർത്ഥിക്കണം എന്നെല്ലാം പറയുകയും ആ ബാധ അവനിൽ നിന്ന് നീങ്ങിപ്പോകുമ്പോൾ ഫറവോൻ്റെ സ്വഭാവത്തിന് മാറ്റമില്ലാതെ വീണ്ടും ആ ജനത്തെ അടിമത്തത്തിൽ തന്നെ നിർത്തുന്നതായിട്ട് വേദപുസ്തകത്തിൽ നാം കാണുകയാണ്. അങ്ങനെ 9 ബാധകളും ഫറവോൻ മോശയെയും അഹ്റോനെയും ഈ ജനത്തെയും വിടുവാൻ കൂട്ടാക്കാതെ അവൻ ഹൃദയത്തെ കാഠിന്യമാക്കിയതായിട്ട് വേദപുസ്തകത്തിൽ നമ്മൾ പഠിക്കുകയാണ്. എന്നാൽ 10ാമത്തേതായ ബാധ കടിഞ്ഞൂൽ സംഹാരം. കടിഞ്ഞൂൽ സംഹാരം എന്ന് പറയുമ്പോൾ അത് 10ാമത്തെ ബാധ. അതിന് ചില നിർദ്ദേശങ്ങൾ ദൈവം മോശയോട് പറയുകയാണ്. ഇന്ന് രാത്രിയിൽ 10ാമത്തെ ബാധ ഈ മിസ്രൈമിൽ ആയിരിക്കുന്നതായ മിസ്രൈം രാജാവിൻ്റെയും മിസ്രൈമിലുള്ളത് ഓരോ കുടുംബത്തിലും ആ ബാധ അവരനുഭവിക്കേണ്ടതായി വരും. പക്ഷെ എൻ്റെ ജനത്തിന് ഒരു പോറൽ പോലും വരുത്താതെ അവരെ സംരക്ഷിക്കുവാൻ തക്കവണ്ണം ദൈവം ഒരു പദ്ധതി അവിടെ ഒരുക്കുന്നതായിട്ട് കാണുവാൻ കഴിയുകയാണ്. അവരോട് പറഞ്ഞു, നിങ്ങൾ കാലിൽ ചെരുപ്പിട്ട് നിങ്ങൾ ഒരു പുറപ്പാടിന് വേണ്ടിയിട്ടുള്ള ഒരുക്കത്തോടു കൂടെ നിങ്ങൾ ആയിരിക്കണം. അവിടെ പറയുന്ന ഊനമില്ലാത്തതായ 1 വയസ്സായ ഒരു ആട്ടിൻകുട്ടിയെ നിങ്ങൾ തിരഞ്ഞെടുക്കണം. ഇന്ന് ഈ മാസങ്ങളുടെ ആരംഭമായിരിക്കണം. 10ാം തീയതി മുതൽ 14ാം തീയതി വരെ അതിനെ നിങ്ങൾ സൂക്ഷിക്കണം. 15ാം തീയതി അവിടെ ആ ഡേറ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതിനെ അറുക്കണം, അതിനെ ഭക്ഷിക്കണം. പക്ഷേ അത് അന്യജാതിക്കാരൻ അത് ഭക്ഷിക്കുവാനോ തൊടുവാനോ കാണുവാനോ പാടില്ല. അങ്ങനെ ചില നിർദ്ദേശങ്ങളൊക്കെ അവരെ കൊടുത്തു. നിങ്ങൾ തിടുക്കത്തോടു കൂടെയൊക്കെ ആയിരിക്കണമെന്നൊക്കെയുള്ള നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ കൊടുക്കുന്നതായിട്ട് കാണാൻ കഴിയുകയാണ്. അങ്ങനെ മോശയിലൂടെ ദൈവം കൊടുത്തതായ നിർദ്ദേശപ്രകാരം മോശ ജനങ്ങൾക്ക് ആ നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ്. നിങ്ങൾ അറുക്കുന്നതായ ആടിൻ്റെ രക്തമെടുത്ത് ഇസോപ്പിൻ്റെ തണ്ട് കൊണ്ട് മുക്കി നിങ്ങളുടെ കട്ടളയുടെ കുറുമ്പടിയിലും നെടുമ്പടിയിലും എന്ത് ചെയ്യണം? പുരട്ടയണം. എന്തിനാണ്?
സംഹാരകൻ കടന്നു വരുമ്പോൾ ഈ രക്തം കാണുന്ന മാത്രയിൽ അതിനെ ഒഴിഞ്ഞ് മിസ്രൈന്റെ ഭവനത്തിലേക്ക് കടന്നു പോവുകയും അവൻ്റെ എല്ലാ ഭവനങ്ങളിലും മൂത്തതായ സന്തതികൾ മരണപ്പെടുകയും ചെയ്യും. അവിടെ ഒരു ന്യായവിധി നമുക്ക് അവിടെ കാണുവാൻ കഴിയുകയാണ്. പക്ഷെ ദൈവജനത്തിനെ അത് തൊടുവാനോ സ്പർശിക്കുവാനോ കഴിയാതെ വണ്ണം ദൈവത്തിൻ്റെ ഒരു സംരക്ഷണം അവിടെ കൊടുക്കുന്നതായിട്ട് കാണാൻ കഴിയുകയാണ്. അങ്ങനെ മോശയ്ക്ക് ദൈവം കൊടുത്ത നിർദ്ദേശപ്രകാരം മോശ ജനത്തോട് പറയുകയും മോശ പറഞ്ഞതിന് പ്രകാരം ദൈവത്തിൻ്റെ ജനം അതിന് ഒരുങ്ങുകയും അപ്രകാരം ആ വ്യവസ്ഥകൾ അനുസരിച്ചുകൊണ്ട് അവർ പുറപ്പാടിന് വേണ്ടി തയ്യാറെടുത്തിരിക്കുമ്പോൾ അന്ന് രാത്രിയിൽ ഫറവോന്റെ കുടുംബത്തിലും ആ ഫറവോന്റെ ദേശത്തിലായ മിസ്രൈമിലും ആയിരിക്കുന്ന സകല ഭവനങ്ങളിലും ഒരു കുഞ്ഞു പോലും മരിക്കാത്തതായ ഒരു ഭവനവും ഇല്ലെന്നാണ് വേദപുസ്തകം പറയുന്നത്. എല്ലാ ഭവനങ്ങളിലും ആദ്യജാതന്മാർ എല്ലാം മരണപ്പെട്ടു. ഫറവോനും ഉണ്ടായിരുന്നത് ആ മകനും നഷ്ടപ്പെട്ടു. ഭയങ്കര ഒരു ദിനമായിരുന്നു ആ ദിനം. ഉടനെ തന്നെ ഫറവോൻ മോശയെ വിളിച്ചു, നീ നിന്റെ ജനത്തെയും ആടുമാടുകളെയും എല്ലാം കൊണ്ട് നീ ഇവിടെ നിന്ന് പൊയ്ക്കോ, നീ പോയി ദൈവത്തെ ആരാധിക്കുക, എന്തുവാണേ ചെയ്തോ, ഇവിടെ നിന്ന് മാറ്റി കിട്ടിയാൽ മതി. അത്രത്തോളം ഭയാനകമായിരുന്നു ആ ദിനങ്ങൾ. ആ ദിനത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട്, ആ പുറപ്പാടിനെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് പെസഹയുടെ പ്രാരംഭം എന്ന് പറയുന്നത്. ആ പെസഹ എന്ന് പറയുന്നത് വിടുതലിൻ്റെതായ ദിനമാണ്. അടിമത്തത്തിൽ നിന്നുള്ള വിടുതലാണത്. എന്താണ്? അടിമത്തത്തിൽ അവരെന്തായിരുന്നു? അടിമത്തത്തിലായിരുന്നു. എന്നാൽ അത് ഓരോ കാലഘട്ടത്തിലും അത് ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു. അത് നമുക്ക് 15-ാം അധ്യായത്തിൽ അവിടെ തന്നെ മോശ പുറപ്പാട് പുസ്തകത്തിൽ 12 തന്നെ അവിടെ പറയുന്നുണ്ട്, ഇത് നിങ്ങൾ തലമുറയായിട്ട് എന്ത് ചെയ്യണം? ഇത് നിങ്ങൾ ആചരിക്കണം. തലമുറ അതിനൊരു വിരാമമുണ്ടായിരുന്നു. തലമുറ നിങ്ങൾ ആചരിക്കണമെന്ന് പറയുന്നുവെങ്കിലും വേദവസ്തുത്തിൽ അതിനൊരു വിരാമവും ഉണ്ടായിരുന്നു. അത് ആരുടെ കാലഘട്ടം വരെയാണ്? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാലഘട്ടം വരെയാണ് ഈ പെസഹ ആചരിച്ചിരുന്നത്. ദൈവത്തിൻ്റെ വാഗ്ദത്തം നിറവേറുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാലഘട്ടം വരെ ആയിരുന്നു. ഈ ആട്ടുകുട്ടിയെ പ്രദാനം ചെയ്തത് കർത്താവായ യേശു ക്രിസ്തുവിനെയാണ്. വേദപുസ്തകം വ്യക്തമായി സുവിശേഷങ്ങളിലും ലേഖനങ്ങളിലും വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയാണ്. നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിലേക്ക് നാം ഒന്ന് ചിന്തിക്കുമ്പോൾ അതിൻ്റെ 13-ന്റെ 4 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് വസ്ത്രം ഊരിവെച്ച് ഒരു തുവർത്ത് എടുത്ത് വെച്ച് അരയിൽ ചുറ്റി ഒരു പാത്രത്തിൽ വെള്ളം പകർന്ന് മതി, അവിടെ നിൽക്കട്ടെ. ഞാൻ സമയത്തിൻ്റെ പരിമിതിയും അനേക വചനങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പോകുന്നത്. പക്ഷേ 13-ാം അധ്യായം പ്രാരംഭം നമ്മൾ വായിക്കുമ്പോൾ അവിടെ പെസഹയുടെ ആരംഭം അവിടെ കാണുവാൻ കഴിയും. പെസഹ പെരുന്നാളിന് മുമ്പേ, അവിടെ എന്താ വായിച്ച? പെസഹ പെരുന്നാളിന് മുൻപേ താൻ ഈ ലോകം വിട്ട് പിതാവിന്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നു എന്ന് യേശു അറിഞ്ഞിട്ട് ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവനെ സ്നേഹിച്ചു. കണ്ട, അവിടെ പറയുന്നുണ്ടല്ലോ പെസഹ നാളിന്റെ പെസഹ നാളിനു മുമ്പ്. പെസഹ നാളിന് മുമ്പ്. ഇവിടെ പെസഹ നാളിലാണ് കർത്താവ് യേശു ക്രിസ്തു ക്രൂശിക്കപ്പെടുന്നത് എന്ന് നമുക്ക് കാണുവാൻ കഴിയുകയാണ്. അപ്പോൾ ഇത് പുറപ്പാട് നാം നോക്കിയപ്പോൾ അവിടെ എന്താണ്? അടിമത്തത്തിൽ നിന്നുള്ള വിടുതല്. കർത്താവ് യേശു ക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ വചനങ്ങൾ നാം നോക്കുമ്പോൾ എന്തിൽ നിന്നുള്ള വിടുതലാണ്? പാപത്തിൽ നിന്നുള്ള വിടുതലാണ്. രണ്ടിനും രണ്ട് രീതിയാണ്. ഇത് പാപത്തിൽ നിന്നുള്ള വിടുതലാണ്. കാര്യം എന്താണ്? നാം എല്ലാം പാപത്താൽ ജനിച്ചവരാണ്. നാം എല്ലാം എപ്രകാരം ജനിച്ചവരാണ്? പാപത്താൽ ജനിച്ചതാണ്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 51-ാം അധ്യായം
അവിടെ പറയുന്നുണ്ട്, ദാവീദ് അവിടെ പറയുന്നുണ്ട്, എന്താ പറയുന്നത്? പാപത്തിൽ എൻ്റെ അമ്മ എന്നെ വായിക്കാം. ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. അന്തർഭാഗത്തിലെ സത്യമല്ലോ നീ ഇച്ഛിക്കുന്നത്, അന്തരംഗത്തിൽ എന്നെ ജ്ഞാനം ഗ്രഹിപ്പിക്കണമേ. അപ്പൊ ദാവീദ് രാജാവ് അവിടെ പറയുകയാണോ, ഞാൻ ഇപ്രകാരമാണ് ജനിച്ചത്, പാപത്താൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. നമ്മളെല്ലാ പ്രകാരം തന്നെയാണ്. പാപം എപ്രകാരമാണ് ഉടലെടുത്തത് എന്നല്ല നമുക്കറിയാം. പാപം എപ്പോഴാണ് ഉടലെടുത്തത്, ആ പാപം നമ്മൾ പ്രകാരമാണ് നിലനിന്നത്. എന്നിട്ട് ദാവീദ് രാജാവ് പറഞ്ഞത്. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനം അപ്രകാരം ആയിരുന്നില്ല. കർത്താവായ യേശുക്രിസ്തു പാപത്തിൽ ആയിരുന്നതായ നമ്മെ വിടുവിക്കുവാൻ, നമ്മെ രക്ഷിക്കുവാൻ തക്കവണ്ണമാണ് പാപമില്ലാത്തവനായി ലോകത്തിൽ ജനിച്ചത്. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 19 മുതൽ 23 വരെ ഒന്ന് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 19 മുതൽ 23 വരെ. അവളുടെ ഭർത്താവായ യോസേഫ്, ഇവിടെ പറയുന്നത് ഇവിടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മാതാവായിരിക്കുന്ന മറിയെ ആണ് അവിടെ പ്രതിപാദിക്കുന്നത്. അവളുടെ എന്ന് പറയുമ്പോൾ അവളുടെ 18-ാം വാക്യം മുതൽ വായിക്കാം. എന്നാൽ യേശുക്രിസ്തുവിന്റെ ജനനം ഇവണ്ണമായിരുന്നു. അവന്റെ അമ്മയായ മറിയ യോസേഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുമ്പേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു. അവളുടെ ഭർത്താവായ യോസേഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സിലായിക കൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ചു. ഇങ്ങനെ നിലച്ചിരിക്കുമ്പോൾ കർത്താവിന്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, ദാവീദിന്റെ മകനായ യോസേഫെ, നിന്റെ ഭാര്യയായ മറിയയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട. അവളിൽ ഉൽപാദിതമായത് പരിശുദ്ധാത്മാവിനാൽ ആകുന്നു. അവൾ ഒരു മകനെ പ്രസവിക്കും. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും രക്ഷിപ്പാനിരിക്കൊണ്ട്. ഒന്നും കൂടെ വായിക്കാം. ഇപ്പം വായിച്ച വാക്യം ഒന്നും കൂടെ വായിക്കാം. നിന്റെ ഭാര്യയായ മറിയയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട. അവളിൽ ഉൽപാദിതമായത് പരിശുദ്ധാത്മാവിനാൽ ഉൽപാദിതമായിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ ആകുന്നു. അവൾ ഒരു മകനെ പ്രസവിക്കും. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന് യേശു എന്ന് പേരിടണം എന്ന് പറയും. അപ്പൊ നമ്മുടെ രക്ഷകനായി ദൈവം ഈ ലോകത്തിൽ പരിശുദ്ധാത്മാവിനാൽ ജനിക്കപ്പെട്ടതായ വ്യക്തിയാണ് കർത്താവായ യേശുക്രിസ്തു. നമ്മുടെ രക്ഷകനായി പാപത്തിൽ നിന്ന് വിടുതൽ നൽകുന്നതിന് വേണ്ടി. അപ്പോൾ നാം നേരത്തെ ചിന്തിച്ചത് അടിമത്തത്തിൽ നിന്നാണെങ്കിൽ ഇത് പാപത്തിൽ നിന്ന്. നമ്മളെല്ലാം പാപത്താൽ ജനിച്ചതായ വ്യക്തികളാണ്. ഈ പാപത്തിൽ നിന്നുള്ള വിടുതലാണ് ദൈവം ഈ വചനങ്ങളുടെ നമുക്ക് നൽകിയിരിക്കുന്നത്. ആ പാപത്തിൻ്റെ ഫലത്തിലൂടെ കർത്താവ് എപ്രകാരമാണോ നമ്മെ വിടുവിച്ചത് എന്നുള്ളതായ ദൃഷ്ടാന്തമാണ് ബാക്കി ശുശ്രൂഷകളിലൂടെ എല്ലാം നമുക്ക് നൽകുകയും ഇന്ന് ഈ കർത്തൃമേശ നമുക്ക് നൽകുവാൻ തീരുമാനിച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നത്. പ്രിയ സഹോദരങ്ങളെ, നമുക്കെന്നെ ദൈവിക ശുശ്രൂഷയിലേക്ക് കടന്നു പോകുന്നതിന് മുൻപ് ബാക്കി കാര്യങ്ങൾ നമുക്ക് ക്രമീകരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ദൈവം നമ്മെ അവരെയും അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് ഒരു പാട്ടോടുകൂടെ പ്രാർത്ഥിക്കുക.